ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭൂതനാഥ സദാനന്ദ സർവബോധദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. സാധാരണ എനിക്ക് നല്ല പക്വത വന്ന് മുതിർന്ന് വയസ്സായ കുറേ കുട്ടികളെ കിട്ടാറ്. പക്ഷേ ഒരു സ്കൂളിൽ പഠിക്കുന്ന അന്തരീക്ഷത്തിൽ കുറേ കുട്ടികൾ ഇങ്ങനെ ചമ്മണം പടിഞ്ഞിരിക്കുക, ഈശ്വരീയമായ കഥകൾ കേൾക്കുക, നാമം ചൊല്ലുക. നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ പ്രാർത്ഥിച്ചേ? ഇന്നത്തെ ദിവസം സാധാരണ നിങ്ങൾ എന്താ ചെയ്യുക? പ്രാർത്ഥനാ സഭ കഴിഞ്ഞാൽ നേരെ ക്ലാസ്സിൽ പോയിരിക്കൂല്ലേ? ഇന്ന് വിട്ടില്ലാലോ. ഒന്ന് ആരൊക്കെയൊക്കെ വന്നിട്ടുണ്ട്. എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ ഇന്നത്തെ പ്രത്യേകത? ഗുരുപൂർണിമ. എന്താ ഗുരുപൂർണിമ എന്ന് പറഞ്ഞ എല്ലാ വർഷവും ആചരിക്കാറുണ്ടല്ലോ അല്ലേ? എല്ലാ വർഷവും നിങ്ങൾക്ക് ഗുരുപൂർണിമയ്ക്ക് ഏതെങ്കിലും ഒരു ഗുരു വരും, നിങ്ങളുടെ മുന്നിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മുടെ ചേച്ചി അല്ലേ, നിങ്ങളുടെ HM പറഞ്ഞു തരും, നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് പറഞ്ഞു തരും. രാമായണമൊക്കെ വായിക്കുന്നു കർക്കിടക മാസത്തിൽ അല്ലേ? അപ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒരു വ്യത്യാസം, ചേഞ്ച് എല്ലാവരും ആഗ്രഹിക്കും. ഇന്ന് വ്യാസപൂർണിമ, വ്യാസജയന്തി, അതാണ് ഗുരുപൂർണിമ എന്നറിയപ്പെടുന്നത്. ഇത് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പല സ്ഥാപനങ്ങളും കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ആഘോഷിച്ചു. ഇനി വ്യാസനാരാ? വ്യാസന്റെ പൂർണിമ അല്ലെങ്കിൽ വ്യാസന്റെ ജയന്തി, വ്യാസപൂർണിമ എന്താണെന്ന് അറിയപ്പെടുന്നത്? ഗുരുപൂർണിമ. എല്ലാ ഗുരുക്കന്മാർക്കും ഗുരുവാണ് ആര്? സദാശിവൻ. നമ്മുടെ സ്കൂളിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള അമ്പലം അറിയാലോ എല്ലാവർക്കും. ഏത് ക്ഷേത്ര? ശിവക്ഷേത്രം അല്ലേ? ഈ മഹാദേവനോട് ചേർന്നാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആദിദേവനാണ് മഹാദേവൻ, മഹാദേവനാണ് ആദ്യത്തെ ഗുരു. അതാണ് ഞാൻ ആദ്യം ചൊല്ലി തുടങ്ങിയത്. ഗുരവേ സർവലോകാനാം, സർവലോകങ്ങൾക്കും ഗുരുവായി നിൽക്കുന്ന ആദിദേവനായ മഹാദേവനിൽ തുടങ്ങി. ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്ന ഓരോ അധ്യാപകനാകുന്ന, നിങ്ങളുടെ മാതാപിതാക്കളാകുന്ന ഗുരുക്കൾക്കാണ് നിങ്ങൾ നമസ്കാരം പറയുന്നത്. ഇനി എന്തിനാ ഗുരു, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാ നമ്മൾ ഈ ദിവസം ഇത്രയും ആഘോഷിക്കുന്നത്? ഇവിടെ നടുവിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാ ദിവസവും വെക്കാറുണ്ടോ? ആ ഫോട്ടോ കാണാറില്ലേ? ഓ, അതെന്താ? വ്യാസ ജയന്തി ആയതുകൊണ്ട് വെച്ചതാ. വ്യാസപൂർണിമ. അതായത് നമ്മളുടെ ഹൈന്ദവർക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു സ്കൂളിൽ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ജ്ഞാനപ്പാന, രാമായണം, ഹരിനാമ കീർത്തനം, ഇങ്ങനെ കുറേ ഗ്രന്ഥങ്ങളുണ്ട് എന്ന് മനസ്സിലായില്ലേ? എല്ലാ സ്കൂളിലും ഇങ്ങനത്തെ പുസ്തകമൊന്നും പഠിപ്പിക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? എന്താ നിങ്ങൾ ചൊല്ലിയത്? യാ കുന്ദേന്ദു തുഷാരഹാര അല്ലേ? അറിയുന്ന കാര്യം കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷം. മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ ഇരുന്ന് ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല, അവർക്കറിയില്ല. ഇനി ഇന്നത്തെ ദിവസം വ്യാസപൂർണിമ. ആരാണ് വ്യാസൻ? വ്യാസൻ ആരാന്ന് മഹാഭാരതത്തിൽ നിങ്ങൾ കുഞ്ഞു കഥകളിൽ വായിച്ചിട്ടുണ്ടാവും. ഈ വ്യാസ ഭഗവാൻ തന്നെ അവതരിച്ചതാ വ്യാസൻ എന്നാ. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. വ്യാസ മഹർഷി എഴുതി വെച്ചതാണ് ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥമായ 4 വേദങ്ങൾ, 18 പുരാണങ്ങൾ, ഒരു ഇതിഹാസമായ മഹാഭാരതം. മറ്റൊരു ഇതിഹാസം ഏതാ? 2 ഇതിഹാസനില്ലേ? ഇവിടെ എത്രാം ക്ലാസ് വരെ ഉണ്ട്? 8ാം ക്ലാസ്, 5 വരെ. 5ാം ക്ലാസ്സിലുള്ളവർക്ക് അറിയുന്നുണ്ടാവും ഏതൊക്കെയാ ഹൈന്ദവന്റെ 2 ഇതിഹാസങ്ങൾ. രാമായണവും പോരട്ടെ, മഹാഭാരതവും. ഇന്ത്യയുടെ ഇതിഹാസങ്ങൾ എന്നറിയപ്പെടുന്നത് ഹൈന്ദവന്റെ ഗ്രന്ഥമായ രാമായണവും മഹാഭാരതവുമാണ്. ഈ മഹാഭാരതത്തിൽ ആദ്യം തന്നെ വ്യാസന്റെ ജന്മം സത്യവതി എന്ന മുക്കുവ സ്ത്രീയിലാണ്. പരാശര മുനിക്ക് ഒരു കുഞ്ഞ് ദ്വൈപായനൻ, കൃഷ്ണദ്വൈപായനൻ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കറുത്തത് എന്നാണ് അർത്ഥം. കറുത്ത കുട്ടിയായിരുന്നു അത്രേ. ഒരു
വലിയ ഒരു തോണി കടത്തുകാരിയായിരുന്നു ആര്? സത്യവതി. ഇതിൽ കയറി പരാശരമുനി അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്കാണ് ആരുണ്ടാകുന്നത്? ഈ വ്യാസമഹർഷി എന്ന പുത്രൻ ഉണ്ടാകുന്നത്. വ്യാസമഹർഷി ജനിച്ച് നമ്മളെന്നും പോലെ നിങ്ങൾ എന്താ ചെയ്യുക? രാവിലെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യും? നേരെ കുളിക്കും, സ്കൂളിൽ വരും, പുസ്തകത്തിലുള്ളത് മാത്രം പഠിക്കും, ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. പക്ഷേ മഹത്തുക്കൾ ജനിച്ചു കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കില്ല, ഒരു നിമിഷം പോലും വെറുതെ കളയില്ല. അപ്പോൾ നിങ്ങൾക്കൊരു പീരീഡ് ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ പുറത്ത് പോയി കളിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, ലൈബ്രറി പോയിരുന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അല്ലേ? അങ്ങനെ സദാസമയവും അധ്വാനിച്ചു കൊണ്ടിരുന്ന, വായനയിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ, ചിന്തയിലൂടെ, മനനത്തിലൂടെ പോയ ആയിരുന്നു ആര്? വ്യാസമഹർഷി, കൃഷ്ണദ്വൈപായനൻ. ഈ കൃഷ്ണദ്വൈപായനൻ ജനിച്ച് വളർന്നതിന് ശേഷം 4 വേദങ്ങളെ വ്യസിച്ചു. വേദങ്ങൾ പല മാമുനീശ്വരന്മാർ പല ഗ്രന്ഥങ്ങളിലായിട്ട്, പല താളിയോലകളിലായിട്ട് എഴുതി വെച്ചതായിരുന്നു. പക്ഷേ വേദവ്യാസ മഹർഷിയാണ് ഈ എല്ലാ താളിയോലകളും എടുത്തു വെച്ചിട്ട് വേദങ്ങളെ വ്യസിച്ച് അല്ലെങ്കിൽ 4ആക്കി പകുത്തത്. എത്ര വേദങ്ങളുണ്ട് നമുക്ക്? 4 ചതുർവേദങ്ങളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാ 4 വേദങ്ങൾ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇങ്ങനെ 4 വേദങ്ങൾ നമുക്കുണ്ട്. ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? വേദങ്ങൾ. ഞാൻ ഇന്നിവിടെ വന്നു പോയ ഒരു ഹിന്ദു എന്നുള്ള നിലയിൽ നിങ്ങൾ കുട്ടികൾക്ക് കുറച്ചൊരു അറിവ് കിട്ടണം. ഇനി വർത്തമാനം പറയുന്നവരെ ഞാനൊരു ടീച്ചറാ, എഴുന്നേൽപ്പിച്ച് നിർത്തും, പണിഷ്മെൻറ്റ് തരും കേട്ടോ. ഇളകി കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് പോവും, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചെറുത് കുട്ടികൾ ഓക്കെ, നിങ്ങൾ ചേട്ടന്മാരൊക്കെ ഇരുന്ന് സംസാരിച്ചാലോ, മുതിർന്നവരുണ്ടല്ലോ. അപ്പം എന്താ പറഞ്ഞു വന്നത്? 4 വേദങ്ങൾ. ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്താ? ആരും ശ്രദ്ധിച്ചില്ല. വേദങ്ങൾ. ഇനി ആര് ചോദിച്ചാലും ഉത്തരം പറയില്ലേ? നീ ഒരു ഹിന്ദു അല്ലേടോ, നിന്റെ ഗ്രന്ഥം ഏതാന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? വേദങ്ങൾ. 4 വേദങ്ങളുണ്ട്. ഏതൊക്കെയാ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. സാമം, സംഗീതം. സാമവേദത്തിലാണ് സംഗീതം. സംഗീതം പഠിക്കുന്നവരുണ്ടോ? സാജൊരു പൂവില്ലേ രാവിലെ കുട്ടികൾ, അതൊക്കെ സംഗീതം. കാരണം ഗീതം, വാദ്യം, നൃത്തം എന്നാണ് പറയുക. കുഞ്ഞായിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ കലകളൊക്കെ നമ്മൾ അഭ്യസിക്കണം എന്നാ പറയുക. അതിന് ഭഗവാന്റെ അനുഗ്രഹം കൂടി വേണം. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവാണ് മഹാദേവൻ. ആ പരമ്പരയിൽ വരുന്ന ഏറ്റവും ഉന്നതനായി നമുക്ക് നേരിട്ട് ഗ്രന്ഥങ്ങൾ രചിച്ചു തന്ന ഗുരുവാണ് വ്യാസൻ, വേദവ്യാസൻ. എന്താ വേദവ്യാസൻ പറയുന്നത്? വേദങ്ങളെ പകുത്ത് 4ആക്കിയത് കൊണ്ട്. ഈ വേദവ്യാസ മഹർഷിയുടെ ജന്മദിനമാണ് ആഷാഢമാസത്തിലെ ഇന്നത്തെ ദിവസം വ്യാസപൂർണിമ എന്ന് പറഞ്ഞില്ലേ ആഘോഷിക്കുന്നത്. ഈ വ്യാസമഹർഷിയെ നമ്മൾ എന്തായാ കാണുന്നത്? ഗുരുക്കന്മാരിലും ഗുരു. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. വ്യാസായ വിഷ്ണുരൂപായ. ഈ വ്യാസമഹർഷിയുടെ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? മഹർഷീശ്വരന്മാർ നമ്മളുടെ ഗുരുക്കന്മാരാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരു വേണം. എന്തിനാണ് ഗുരു? നിങ്ങളിവിടെ നിങ്ങളുടെ ചേച്ചിമാർ ചൊല്ലിത്തരും, ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കേട്ടിട്ടുണ്ടോ ഇത്? എവിടേക്കൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? അമ്മ ചൊല്ലും, മുത്തശ്ശി ചൊല്ലും, ടീച്ചർമാരെന്തായാലും ചൊല്ലിത്തരും. അതെന്താണ് അതിനർത്ഥം? ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഗുരു ബ്രഹ്മമാകുന്നു. ഗുരുർ ബ്രഹ്മ, ഗുരു ബ്രഹ്മമാകുന്നു. കുട്ടികളോട് പോയി ബ്രഹ്മം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് ത്രിമൂർത്തികളെ അറിയോ? ത്രിമൂർത്തികൾ എന്ന് കേട്ടിട്ടില്ലേ? ആരൊക്കെയാ ത്രിമൂർത്തികളെ? മിടുക്കന്മാരും കൂടെ പോരട്ടെ. ത്രിമൂർത്തികൾ ആരൊക്കെയാ അറിയും നിങ്ങൾക്ക്? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. വെരി ഗുഡ്. ബ്രഹ്മം, വിഷ്ണു, മഹേശ്വരന്മാരാണ് ത്രിമൂർത്തികൾ. ത്രീ എന്ന് പറഞ്ഞാൽ 3 നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചില്ലേ? സംസ്കൃതത്തിലും 3 3 നീ കൂടെ സംസ്കൃതമൊക്കെ ഇല്ലേ? ത്രിമൂർത്തികൾ ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു. ഏതിലാ വരുന്നേ? ഹരിനാമകീർത്തനം. ഓങ്കാരമായി ഈ പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്.
ആ പ്രപഞ്ചശക്തി മൂന്നായി പിരിഞ്ഞ് ത്രിമൂർത്തികളായി മാറിയതാണ് ബ്രഹ്മം, വിഷ്ണു, മഹേശ്വരന്മാര്. അവരെ കുറിച്ച് തന്നെയാണ് ഈ ഗുരു ശ്ലോകത്തിൽ ചൊല്ലിയത്. ഒന്നുകൂടി ചൊല്ലി നോക്കൂ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര. മനസ്സിലായില്ലേ? ഗുരുർ ബ്രഹ്മ, ഗുരു ബ്രഹ്മമാകുന്നു, ബ്രഹ്മാവ് തന്നെയാകുന്നു. ബ്രഹ്മാവിൻ്റെ ഡ്യൂട്ടി എന്താ? ബ്രഹ്മാവ് എന്താ ചെയ്യുന്നത്? സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതാണ് ത്രിമൂർത്തികൾ ചെയ്യുന്നത്. ബ്രഹ്മാവ് എല്ലാത്തിനെയും സൃഷ്ടിക്കും. ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവ്. അപ്പൊ ഈ ഗുരു ശ്ലോകത്തിൽ അങ്ങനെ വരുമ്പോ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഗുരുവന്ദനത്തില്, ഗുരു ശ്ലോകത്തില് ഗുരു ബ്രഹ്മാവാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാം ഉള്ളിൽ ജ്ഞാനം, അറിവ് ഉണ്ടാക്കി തരുന്നതാരാണ്? ബ്രഹ്മാവാ. അപ്പം നിങ്ങൾ ജനിച്ചു വീണു വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ വല്ല കഥയോ പാട്ടോ അക്ഷരമോ നിങ്ങൾക്ക് അറിയുമോ? ഇല്ലയാലോ. ഇങ്ങനെ ഒരു സ്കൂളിൽ വന്നു, അതിനു മുമ്പ് മാതാ പിതാ ഗുരു ദൈവം എന്നാ. മാതാവും പിതാവും നിങ്ങളെ അക്ഷരം എഴുതി പഠിപ്പിച്ചു ഇല്ലേ? എഴുത്തിനൊക്കെ വെച്ചില്ലേ? ആ മണലിലൊക്കെ ചൂണ്ടുവിരൽ വെച്ച് ഉരച്ച് വേദനിപ്പിച്ചുവോ? ഇല്ലേ? ഇപ്പം അതൊന്നും ഇല്ല, പണ്ടാണ് അതൊക്കെ. ഇപ്പൊ അരിയില ഹരി ശ്രീ ഗണപതയെ നമ എന്നല്ലേ പഠിപ്പിച്ച്. അങ്ങനെ ഹരിശ്രീയെ കുറിച്ച് നല്ല ഒരു ജ്ഞാനവൃദ്ധന്റെ അടുത്ത് കൊണ്ടുപോയി ഹരിശ്രീ നിങ്ങളുടെ നാവിൽ, എന്തുകൊണ്ടാ നാവിൽ എഴുതിയത്? സ്വർണം കൊണ്ടാ. ധാതൂനാം അസ്മി കാഞ്ചനം, ധാതുക്കളിൽ ഞാൻ സ്വർണമാകുന്നു അർജുന. അതാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് സ്വർണം കൊണ്ട് നിങ്ങളുടെ നാവിൽ ഹരിശ്രീ എഴുതിച്ച് വിരൽ തുമ്പിൽ നിങ്ങളെ ഹരിശ്രീ പഠിപ്പിച്ച അമ്മയും അച്ഛനും ആണ് നിങ്ങളുടെ ആദ്യത്തെ ഗുരു. അപ്പൊ ആദ്യത്തെ ഗുരു ആരാ? അമ്മയും അച്ഛനും. അതുകൊണ്ടാണ് മാതാവും പിതാവും കൺകണ്ട ദൈവമാണ് എന്ന് പറയുന്നത്. ഒരു കഥ ഞാൻ അവസാനം പറഞ്ഞുതരാം, ഓർമ്മിപ്പിക്കണം കേട്ടോ. ഇനി അത് കഴിഞ്ഞാലോ നമ്മളുടെ ഗുരുവായി കാണുന്നത് സ്കൂളിലേക്ക് നിങ്ങളെ അയച്ചത് കൊണ്ടല്ലേ അക്ഷരം പഠിച്ചത്? കഥ പറഞ്ഞു തന്നില്ലേ ചേച്ചിമാര്? പാട്ട് പാടി തന്നില്ലേ? ഇവിടെ വന്നിട്ടല്ലേ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് നിങ്ങൾ പാടാൻ തുടങ്ങിയത്? അതിവിടെ ഉണ്ടോ എനിക്കറിയില്ല, പണ്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഏതായാലും ഒരുപാട് കവിതകൾ, നഴ്സറി റൈംസ് ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചു. ആ പാട്ട് നിങ്ങളിങ്ങനെ ചേർന്നിരിക്കും. ചേച്ചിമാരങ്ങനെ പാടുമ്പോൾ ഈണത്തിൽ ഇമ്പത്തിൽ ഈ മഴയത്ത് ഇങ്ങനെ ആടി നിങ്ങൾ പാടുമ്പോൾ അത് കൂട്ടുകാർ വേണ്ടേ? നമ്മുടെ ടീച്ചർ ഗുരു വേണ്ടേ നമ്മുടെ മുന്നിൽ? അങ്ങനെ നമുക്ക് എന്തുണ്ടായി? ജ്ഞാനം, അറിവ്, അക്ഷരം. അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? ആ അക്ഷരം. എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല എന്നാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ നാശം, നശിക്കുന്നത്. അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാശമില്ലാത്തത്. ഒരുപാട് എഴുത്തുകാർ മരണപ്പെട്ടു പോയില്ലേ? ഗ്രന്ഥകർത്താക്കളൊക്കെ പോയി. അവരുടെ എല്ലാം അക്ഷരങ്ങൾ, അവർ സൃഷ്ടിച്ച അക്ഷരങ്ങൾ നമ്മൾ അങ്ങനെ കൊണ്ട് നടക്കുക, അതെല്ലാം ജീവിച്ചു കൊണ്ടിരിക്കുക. നാശമില്ലാത്തതാണ് നിങ്ങൾ പഠിക്കുന്ന അക്ഷരം എന്ന് മനസ്സിലാക്കുക. ഈ അക്ഷരം എഴുതി തരുന്നവൻ നമുക്ക് ഗുരു. അതായത് ജ്ഞാനം, അറിവ് സൃഷ്ടിക്കുന്നവൻ, നമ്മുടെ മനസ്സിൽ അറിവ് സൃഷ്ടിച്ചു തരുന്നത് ബ്രഹ്മദേവനാണ്. ഇനി അതിനെ സൃഷ്ടിച്ചാൽ മതിയോ? ഇവിടെ മുളച്ചു കൃഷ്ണം എന്നുള്ള വിത്ത് ഇവിടെ മുളച്ചു. അല്ലെങ്കിൽ ഇവിടെ സ്കൂളിൽ വന്നു നിങ്ങൾ രാമകഥ കേട്ടു, രാമ രാമ ചൊല്ലണം. കലിസന്ധാരണോപനിഷത്തിലെ മന്ത്രാണ് നിങ്ങൾ ചൊല്ലിയ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നും ചൊല്ലാറില്ലേ? ഈ 16 നാമം മാത്രം ചൊല്ലിയാൽ മതി, ഈ കലികാലത്തിലെ എല്ലാ ദോഷവും തീരുന്ന. അങ്ങനെയാണെങ്കിൽ ഈ അറിവ് ഇവിടെ മുളച്ചു, അവിടെ മുളച്ച് കുഞ്ഞമരായിട്ട് അവിടെ നിന്നാൽ മതിയോ? അത് വലുതാവണ്ടേ ഇല്ലേ? നിങ്ങൾ വീട്ടിൽ മരം, ഒരു വരം എന്നൊക്കെ പറഞ്ഞു ഇവിടുന്ന് 5-ാം തീയതി തന്നപ്പോൾ കൊണ്ടുപോയി കുഴിച്ചിട്ടില്ലേ? കിട്ടിയോ? മരം തരാറുണ്ടോ? തൈ വിതരണം അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചില വർഷങ്ങളിൽ ഇവർ തരുണ്ടാവില്ല, അതിവിടെ എത്തിണ്ടാവില്ല, പിന്നെ തരും. അങ്ങനെ ആ മരം കുത്തിയിട്ട് എന്നും അതങ്ങനെ നിൽക്കുകയാണോ ചെയ്യാറുള്ളത്? അല്ല, വളർന്നു വലുതാവണ്ടേ? നമ്മുടെ മനസ്സിനുള്ളിൽ അങ്ങനെ ഒരു അറിവ് തന്നു കഴിഞ്ഞാൽ, 1-ാം ക്ലാസ്സിൽ പഠിച്ചതാണോ 2-ാം ക്ലാസ്സിൽ പഠിക്കണേ? അല്ലല്ലോ. 5-ാം ക്ലാസ്സിലെത്തിയപ്പോൾ നഴ്സറി കുട്ടികൾ പഠനമൊക്കെ ഇതൊക്കെ എന്ത് എന്നുള്ള പോലെ നിങ്ങൾ ഓടി പോകാറില്ലേ? അങ്ങനെ നമ്മൾ അറിവിൽ അങ്ങനെ വളർന്നു വലുതാവണം. അപ്പോൾ സൃഷ്ടി കഴിഞ്ഞാൽ സ്ഥിതി പരിപാലനം ചെയ്യുന്നത് ആരാ? ഗുരുർ വിഷ്ണു. വിഷ്ണു ഭഗവാനാണ് സ്ഥിതി പരിപാലനം ചെയ്യുന്നത്. നമ്മൾക്ക് ഉള്ളിൽ നട്ട് തന്ന ആ അറിവിനെ വളർത്തി വലുതാക്കി പരിപാലനം ചെയ്യുന്ന ടീച്ചേഴ്സ് അപ്പം ആരാ? വിഷ്ണുവിന് തുല്യമാണ്. വിഷ്ണു ഭഗവാനാണ് ആ അറിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതും വളർത്തുന്നതും സ്ഥിതി പരിപാലനം നടത്തുന്നതും. അങ്ങനെയാണെങ്കിൽ ഗുരുർദേവോ മഹേശ്വര. മഹേശ്വരന്റെ പണി എന്താ? സൃഷ്ടി, സ്ഥിതി കഴിഞ്ഞ സംഹാരം. അപ്പൊ ഈ അറിവിനെ കൊല്ലണം എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, നമ്മളുടെ മനസ്സിനുള്ളിലുള്ള അജ്ഞാനത്തെ നശിപ്പിക്കണം.
എന്നിട്ട് എന്താക്കണം? വിജ്ഞാനം, അതിനെ അറിവാക്കി മാറ്റണം. നമ്മുടെ മനസ്സിൽ എന്താ അജ്ഞാനം? നമ്മുടെ മനസ്സിനുള്ളിൽ വലിയൊരു കാടുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരണ്യകാണ്ഡം. കാട്ടിനുള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. ഈ കാട്ടിനുള്ളിലെന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം. നമ്മുടെ ഉള്ളിൽ ഒരു കാടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കാടാണ് നമ്മുടെ ഹൃദയം. ഈ ഹൃദയത്തിനുള്ളിൽ കുറേ ദുഷ്ടമൃഗങ്ങളുണ്ട്. അവരുടെ പേരെന്തൊക്കെയാ? എന്തൊക്കെ മൃഗങ്ങളാ കാട്ടിനുള്ളിൽ ഉണ്ടാവുക? പറയൂ. കരടി ഉണ്ടാവും, ആന ഉണ്ടാവും, പോരട്ടെ. നമ്മൾ നല്ല ഉഷാറ് കുട്ടികളല്ലേ. ഗുരുജി വിദ്യാനികേതൻ, പേരെന്നെ ഗുരുജി എന്നാണ്. പലതരം മൃഗങ്ങൾ ഉണ്ടാവും ഇല്ലേ? ദുഷ്ടജന്തുക്കൾ ഉണ്ടാകും, ഘോര സർപ്പങ്ങൾ ഉണ്ടാവും, രാക്ഷസന്മാരുണ്ടാവും. ഇത്തരം രാക്ഷസന്മാരൊക്കെ നമ്മുടെ ഹൃദയമാകുന്ന കാട്ടിലുണ്ട്. ആരാന്നറിയോ? നമുക്ക് ഷഡ്വൈരികളുണ്ട്. ആരാ ഷഡ്വൈരികള്? കുട്ടികളോട് പറയുമ്പോൾ കാമം, ക്രോധം, മതം, മോഹം, മാത്സര്യം, ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ. എന്താ ആഗ്രഹം? എനിക്ക് നാമൊന്നും ചൊല്ലണ്ട, പോയി കളിച്ചാൽ മതി. സന്ധ്യയാകുമ്പോൾ അമ്മ വിളിക്കും, നാമം ചൊല്ലടാ, അപ്പോൾ കളിക്കാനോടും ഇല്ലേ? അതാണ് നമ്മളുടെ ആഗ്രഹം നമ്മളെ നശിപ്പിക്കുന്നു എന്ന് പറയണേ. ഇനി ക്രോധം, അമ്മ ഒന്ന് പറയുമ്പോഴേക്ക് രണ്ടെണ്ണം തിരിച്ചു പറയും, ദേഷ്യപ്പെടും. അതിനെയാണ് ക്രോധം. നമ്മളുടെ എല്ലാ കാര്യങ്ങളും നശിപ്പിക്കും. ക്രോധാൽ ഭവതി സമ്മോഹാൽ. നിങ്ങൾ ഗീത പഠിക്കുന്നില്ലേ? ഇവിടെ ഗീതയിലെ ശ്ലോകമാണത്. ക്രോധം നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും നശിപ്പിക്കും. സർവം പ്രണശ്യതി എന്നാണ്. എല്ലാത്തിനെയും നശിപ്പിക്കാനുള്ള കഴിവ് ദേഷ്യത്തിനുണ്ട്. അതുകൊണ്ട് ബുദ്ധിഭ്രംശം വരുന്ന കോപത്തെ നിങ്ങൾ ശമിപ്പിക്കണം. മനസ്സിനുള്ളിൽ എന്തുണ്ടാവാൻ പാടില്ല? ഇതുപോലത്തെ ഒരു വികാരങ്ങളും വെക്കാതെ ജ്ഞാനം, അറിവ് കൊണ്ട് സമ്പുഷ്ടമാക്കണം നമ്മുടെ ഹൃദയത്തെ എന്നാണ് പറയുന്നത്. അപ്പം എന്തിനാ മഹാദേവൻ നശിപ്പിക്കുന്നത്? അജ്ഞാനത്തെ. അങ്ങനെയാകുമ്പോൾ ആരാണ് ഗുരു? ഗുരു കേൾക്കുന്നുണ്ടല്ലേ? ഗുരു എന്നൊരു സ്കൂളിലെ കുട്ടികളും വിളിക്കുന്നത് കേൾക്കാറില്ല. ടീച്ചറെ അല്ലെങ്കിൽ അധ്യാപകൻ, മാഷേന്ന് വിളിക്കുന്നത് കേൾക്കാം. നിങ്ങളിവിടെ ചേച്ചിന്നും ചേട്ടനും അല്ലേ വിളിക്കാറ്? ഇനി ഗുരു എന്താണെന്ന് അറിയണം. സാധാരണ ഒരു അധ്യാപകനേക്കാൾ ഒരു പടി ഉയരത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഗുരു എന്ന പദത്തിന് അർഹൻ. ആചാര്യൻ. ഇപ്പം നിങ്ങളുടെ ചേച്ചി ഇവിടെ പറഞ്ഞു, ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചരിച്ച് കാണിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഗുരു? ഗുരു ആരാ? ആർക്കെങ്കിലും അറിയോ? ഒന്ന് കൈപ്പൊന്നിച്ചേ. അറിയുന്ന പറഞ്ഞാൽ മതി. ഗുരു ഗുരു എന്ന് കേൾക്കുന്നുണ്ട് കുറേ ദിവസമായിട്ടല്ലേ. കുരു അറിയാം ഞങ്ങൾക്ക്, ഗുരു അറിയില്ല ടീച്ചറല്ലേ. ചക്കക്കുരു അറിയാം അല്ലേ. ഗുരു എന്താന്ന് പറയാം. ഗു പ്ലസ് രു. അക്ഷരം പറഞ്ഞതുപോലെ ഒരു പദം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മലയാളം ടീച്ചർ അതിനോട് മുറിച്ചിട്ട് ബോർഡിൽ അങ്ങോട്ട് എഴുതില്ലേ? ഗു പ്ലസ് രു, അതാണ് ഗുരു. ഗു എന്ന് പറഞ്ഞാൽ ഗുഹ. ഗുഹയുടെ ഉള്ളിൽ എന്താ? ഇരുട്ടല്ലേ. ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരം, ഇരുട്ട്, അജ്ഞാനമാകുന്ന അന്ധകാരം. ഈ ഗു പ്ലസ് രു എന്നുള്ളതിൽ രു എന്ന് പറഞ്ഞാൽ രോദനം ചെയ്യുന്ന സംസ്കൃത പദമാണ്. രു എന്ന് പറഞ്ഞാൽ ഈ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ വിജ്ഞാനമാകുന്ന വെളിച്ചം കൊണ്ട് ഇല്ലാതെയാക്കുന്നവനാണ് ഗുരു. മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലേ ടീച്ചറെ? ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് എത്തിയില്ലല്ലോ. ഒരു ലളിതമായിട്ട് പറഞ്ഞു തരാം. ഒരു നാട്ടിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. എല്ലാവരും കേട്ടോ? കഥയാണ്. കഥ കഴിഞ്ഞാൽ ഞാൻ ചോദ്യം ചോദിക്കൂട്ടാ. ഒരു ഗ്രാമം, നിങ്ങളുടെയൊക്കെ വീട് പോലെ. ആ ഗ്രാമത്തിൽ ചെറിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി വൈകുന്നേരമായ ഇപ്പോൾ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, ലൈറ്റൊക്കെ ഇട്ടിരുന്ന് നാമജപമൊക്കെ കഴിഞ്ഞ് പുസ്തകമൊക്കെ തുറന്നു. ഹോംവർക്ക് ഉണ്ട്, ചെയ്തില്ലെങ്കിൽ ടീച്ചറെ അടുത്തുനിന്ന് അടി കിട്ടും, ചേച്ചിമാരടിക്കും, വഴക്ക് പറയും, HMൻ്റെ അടുത്ത് കൊണ്ടുപോകും. പേടി കാരണമാണ് നമ്മൾ പലതും ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഭയഭക്തി ബഹുമാനം ഉണ്ടാവണം എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ കുട്ടി പഠിക്കുന്നതിനിടയിൽ കറണ്ട് അങ്ങോട്ട് പോയി. നിങ്ങൾ പഠിക്കുമ്പോഴും പറ്റാറുണ്ടല്ലേ? അപ്പോൾ എത്ര വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ട്? ചില വീട്ടിലൊക്കെ ഉണ്ടാവും. വെരി ഗുഡ്. ഈ കുട്ടിയുടെ വീട്ടിൽ എന്തില്ല? ഇൻവെർട്ടർ ഇല്ല. ചില സ്ഥലത്ത് ഈ കഥ പറയുമ്പോൾ പറയും, കുട്ടി കറണ്ട് പോവാറില്ലല്ലോ ടീച്ചറെ. കറണ്ട് പോണൊരു സാധനം അങ്ങനെ മഴ പെയ്ത കറണ്ട് പോയി. കറണ്ട് പോയ സമയത്ത് എന്താ വരിക? ആകെ ഇരുട്ടല്ലേ നാലുപുറം ഉണ്ടാവുക. രാത്രിയായിരിക്കുന്നു. ഒരു 7 മണി 7:30 ആയി. നല്ല മഴ പെയ്യുന്നുണ്ട്. കുട്ടിക്ക് പേടിയായി. കുട്ടി ഓടി അമ്മേന്ന് വിളിച്ചിട്ട് അടുക്കളയിൽ ചെന്നു. അമ്മേനെ കെട്ടിപ്പിടിച്ചു. പേടിയാവുന്നു അമ്മയെ പറഞ്ഞു. അമ്മ വേഗം എന്താ ചെയ്യാപ്പോ? കറണ്ട് പോയാൽ ഒരു വിളക്കെടുത്ത് കത്തിക്കും. ഒരു കുഞ്ഞു വിളക്കാണ് ആ വീട്ടിലുള്ളൂ. ഇപ്പം എപ്പോഴൊന്നും കറണ്ട് പോകാത്തതുകൊണ്ട് ആ ചെറിയ വിളക്ക് അവിടെ എടുത്ത് വെച്ചിട്ട് ഈ ലൈറ്ററൊക്കെ എടുത്ത് ഉരച്ചു കത്തിച്ചു. ആ ഇരുട്ട് അങ്ങോട്ട് പോയി. അവിടെ നിറയെ വെളിച്ചം ആയി. കുട്ടിയുടെ പേടിയും മാറി. ആ സമയത്ത് ഈ കുട്ടി ചോദിച്ചു, ഇത്രയും കഠിനമായ ഇരുട്ടിനെ മാറ്റാൻ ഈ ചെറിയ ഒരു വിളക്കിന് സാധിക്കും അല്ലേ? എന്തൊരു അത്ഭുതമാണ് അല്ലേ അമ്മേ, ഇത്ര ചെറിയൊരു വെളിച്ചം. ചേച്ചിമാരെന്താ ചെയ്തേ? രാവിലെ തന്നെ
ഒരു വിളക്ക്, കൊടിവിളക്ക് കത്തിച്ചു. ആ കൊടിവിളക്ക് കൊണ്ടാണ് ടീച്ചർ ഒരു തിരി പകർന്നത്. പിന്നെ നമ്മുടെ ചേട്ടനും ഒരു തിരി പകർന്നു. അത് കഴിഞ്ഞ് മറ്റു ചേച്ചിമാര് നിറയെ തിരികൾ പകർന്നു. ആദ്യം ശരിക്കും ഒരു തിരിയല്ലേ ഉണ്ടായുള്ളൂ, ഒരു വെളിച്ചല്ലേ ഉണ്ടായുള്ളൂ. ചെറിയ ഒരു വെളിച്ചത്തിൽ നിന്ന് അനേകം വെളിച്ചങ്ങളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. അതുപോലെയാണ് ഇവിടെ ചെറിയ ഒരു വെളിച്ചത്തിന് കഠിനമായ ഇരുട്ടിനെ നീക്കാൻ കഴിഞ്ഞു. ഇതിൽ നിന്ന് നിങ്ങളൊരു തത്വം മനസ്സിലാക്കണം. അതായത് കഠിനമായ അന്ധകാരം പോലെ നമ്മുടെ മനസ്സിൽ ഒരുപാട് അജ്ഞാനം, അറിവില്ലായ്മകളുണ്ട്. ഈ വലിയ അറിവില്ലായ്മയെ നീക്കാൻ ഗുരു എന്ന് പറയുന്ന ആ വ്യക്തിക്ക് മാത്രമേ കഴിയൂ. അതായത് അജ്ഞാനമാകുന്ന അറിവില്ലായ്മയെ, ഇരുട്ടിനെ രോദനം ചെയ്യാൻ, നീക്കം ചെയ്യാൻ ആർക്കേ കഴിയൂ? ഗുരുവിന് മാത്രമേ കഴിയൂ. മഴ പെയ്തു, ആകെ വെള്ളമായി അല്ലേ, ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ, സാരല്ല, ഞാൻ നിർത്താൻ പോവുക. അതുകൊണ്ട് ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഇനിയും പഠിക്കുക, ഒരുപാട് അറിവ് നേടുക, അറിവിൽ നമ്മൾ ഉയർന്നു നിൽക്കുക. അറിവിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉയർന്നു നിൽക്കണം. പിന്നെയോ അജ്ഞാനത്തെ നമ്മൾ നീക്കം ചെയ്യണം. ഗുരുവിനെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. എന്തിനു വേണ്ടിയാ? ഗുരു കൃപ ഇല്ല എന്ന് കൂട്ടിക്കോളൂ, നമുക്ക് യാതൊന്നും ഈ ലോകത്ത് നേടാനാവില്ല. സാധാരണ നമ്മൾ എന്താ വിചാരിക്കുക? ക്ഷേത്രത്തിൽ പോയാൽ ഭഗവാനാണ് ഏറ്റവും വലുത്, അങ്ങനെയല്ലേ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കണേ. പക്ഷേ ഈ ഈശ്വരനേക്കാൾ വലുതാണ് ഗുരു. എന്താ കാരണം? ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരനെ കാണിച്ചു തരാൻ നമുക്കൊരാളുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഗുരു ദൈവത്തെക്കാൾ മുതിർന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഗുരുക്കന്മാരല്ലേ? നിങ്ങളുടെ ചേച്ചിമാരൊക്കെ നിങ്ങളുടെ ഗുരുക്കന്മാരല്ലേ? നിങ്ങളെല്ലാം തുടക്കക്കാരാണ്. ആരെങ്കിലും സന്ധ്യയാകുമ്പോൾ ഒരു ഗ്രന്ഥം വായിക്കുന്നവരുണ്ടോ? കുഞ്ഞു ഗ്രന്ഥങ്ങൾ വായിക്കുന്നവരെ ഒന്ന് കൈപ്പൊന്തിച്ചേ. നാമം ചൊല്ലാറുണ്ടോ? നാമം ചൊല്ലുന്നവരൊന്ന് കൈപ്പൊന്തിച്ചേ. വളരെ നല്ലത്. കണ്ടു, ഒരുപാട് കുട്ടികൾ കൈപൊന്തിച്ചു. ഒരാൾ ഇത്രേ പൊന്തിച്ചു. അതെന്താ? ചില ദിവസം ചൊല്ലും, ചില ദിവസം ചൊല്ലില്ല, അതാണോ? അല്ല, ഇങ്ങനെ ധൈര്യത്തോട് കൂടിയിട്ട് വിവേകാനന്ദ സ്വാമിയെ പോലെ ആ ഒരു കഥയും കൂടി പറഞ്ഞു തരട്ടെ. ടൈം. വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഭാരതത്തിൻ്റെ സന്യാസി സഭയുടെ ചുണക്കുട്ടിയാണ് സ്വാമി വിവേകാനന്ദൻ. നരേന്ദ്രൻ എന്ന വികൃതി. നിങ്ങളെപ്പോലെ തന്നെയാ. ഉന്നതന്മാരെല്ലാം ഇങ്ങനെ സാധാരണ ഒരമ്മയ്ക്കും അച്ഛനും ജനിച്ച് കുഞ്ഞൊരു സ്കൂളിലൊക്കെ പഠിച്ച് ഇങ്ങനെ വികൃതിയൊക്കെ കാണിച്ച പിള്ളേരാവും. ഇതുപോലെ കൽക്കട്ടയിലായിരുന്നു ആര് ജനിച്ചു വളർന്നത്? നരേന്ദ്രൻ എന്ന വികൃതിക്കുട്ടനായ സ്വാമി വിവേകാനന്ദൻ. പിന്നീടാണ് വലുതായപ്പോൾ സ്വാമി ഒക്കെ ആയി സ്വാമി വിവേകാനന്ദൻ എന്ന് ലോകം അറിയപ്പെട്ട്. ഭാരതം മാത്രമല്ല, ലോകം. ഈ സ്വാമി വിവേകാനന്ദൻ ഒരു ദിവസം സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ ചെന്നപ്പോൾ ചില ദിവസം ചില ടീച്ചർമാർ പെട്ടെന്ന് ലീവാവും അല്ലേ? ആ പീരീഡിൽ നിങ്ങൾക്ക് ആൾ വരാറില്ലല്ലോ. അപ്പോൾ പകരം സബ്സ്റ്റിറ്റ്യൂഷൻ ടീച്ചർ വന്നു. അപ്പോൾ ആ ടീച്ചർ വെറുതെ നിൽക്കില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരില്ലേ? ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വെറുതെ ചോദിച്ചു, കുട്ടികളെ നിങ്ങൾക്ക് ഇതേതാ പീരീഡ്? ഞങ്ങൾക്ക് മാത്സ് ആണ്. ഇനി മാത്സ് ചെയ്യണോ? ഇന്ന് മാത്സ് ഒന്നും ചെയ്യണ്ട. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. വാട്ട് ഈസ് യുവർ അംബിഷൻ എന്ന് ചോദിച്ചു. നിങ്ങളുടെയൊക്കെ ആഗ്രഹം എന്താന്ന്? അപ്പോൾ ഓരോരുത്തരും ശ്രീനിവാസൻ എഴുന്നേറ്റു, നാരായണൻ എഴുന്നേറ്റു, ഗോവിന്ദൻ എഴുന്നേറ്റു, ഇങ്ങനെ എല്ലാവരും എഴുന്നേറ്റു. ചിലർ പറഞ്ഞു എനിക്ക് വലിയൊരു പോലീസ് ആവണം, SI ആവണം. ഒരാൾ പറഞ്ഞു എനിക്കൊരു മിലിറ്ററി മാൻ കടകടകടാന്ന് പൊട്ടിക്കണം, എന്താ AK-47. വേറൊരാൾ പറഞ്ഞു എനിക്ക് നല്ലൊരു ടീച്ചർ ആവണം, ഡോക്ടർ ആവണം. ഇങ്ങനെയൊക്കെ പലരും പലതും പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ എന്നാ നരേന്ദ്രൻ എന്ന കുട്ടി ഏറ്റവും പിറകിലെ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുക. അവസാനം ഈ മാഷ് ചോദിച്ച് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് എത്തി. അവൻ ആലോചിക്കുക. അത്ര കാലം ആലോചിച്ചിട്ടില്ല ഞാൻ എന്താവണം എന്നുള്ളത്. ഇത്ര നേരം ആലോചിച്ചിട്ടും ഒരു ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ എന്താവണം എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ അറിയാത്ത ഒരു കുട്ടിയായി മാറി. അപ്പോൾ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഇങ്ങനെ മുന്നിലേക്ക് നോക്കിയപ്പോൾ ചുമരിൽ ഒരു ചിത്രം പതിച്ചിട്ടുണ്ട്. ക്ലാസ് ലീഡർ പതിച്ചതാ. 5 കുതിരകളുണ്ട്. ആ കുതിരകളെ ഓടിക്കുന്ന ആളാരാ? വരട്ടെ. ഗീതയുടെ മുന്നിൽ കാണാറില്ലേ 5 കുതിരേനെ ഇങ്ങനെ കടിഞ്ഞാണിട്ട് പിടിക്കുന്നത്? അർജുനൻ പിറകിലിരിക്കുന്നില്ലേ? അർജുനന്റെ തേരാളി പാർത്ഥസാരഥി ആരാ? കൃഷ്ണൻ. പറഞ്ഞു എനിക്ക് അതുപോലെ ഒരു കുതിരക്കാരനാവണം.
കുതിരക്കാരനാണ് കുട്ടിയുടെ കണ്ണിലത്. കൃഷ്ണൻ എന്ന് നിങ്ങളെപ്പോലെ പറയാൻ അറിഞ്ഞു എന്ന് വരില്ല. എനിക്ക് അതായത് കൽക്കട്ട തെരുവിൽ അവൻ കാണുന്ന, നിങ്ങൾ പറയാറില്ലേ എനിക്ക് ഡ്രൈവർ ആവണമെന്ന്, അവൻ കാണുന്ന ഏറ്റവും നല്ല ഒരു എന്താ പറയുക, ഒരു ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ഒരു ത്രില്ല ചിലർക്ക്. ആ കുതിരക്കാരനെ, കുതിരവണ്ടികളെ കാണുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തെ പോലെ ഒരു കുതിരക്കാരനാവണം. എല്ലാ കുട്ടികളും അങ്ങോട്ട് ചിരിച്ചു. ഈ മാഷും കൂട്ടത്തിൽ ചിരിച്ചു. കുട്ടിക്ക് സങ്കടമായി. എനിക്കിഷ്ടമുള്ള ജോലിയല്ലേ ഞാൻ ചെയ്യേണ്ടത്, വാട്ട് ഈസ് യുവർ അംബിഷൻ, എന്താ നിൻ്റെ ആഗ്രഹം എന്നല്ലേ ചോദിച്ചത് എന്നൊക്കെ വളരെയധികം ചിന്തിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ആകെ മ്ലാനവദനായി വീട്ടിലേക്ക് കയറി ചെല്ലുക, പുസ്തക സഞ്ചിയൊക്കെ തൂക്കിയിട്ട്. അപ്പോൾ കുട്ടി വൈകുന്നേരം വരുമ്പോൾ അമ്മമാരെന്താ ചെയ്യാന്നോ, സ്വീകരിക്കാൻ അവിടെ അല്ലേ. നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും അമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. ബാഗൊക്കെ വാങ്ങി കയ്യിൽ പിടിച്ചു. സാധാരണ വന്നാൽ എന്തെല്ലാം ഉഷാറായിട്ട് സംസാരിക്കും. എനിക്കിന്ന് ചേച്ചി മിഠായി തന്നു, എനിക്ക് ട്രോഫി കിട്ടി, സമ്മാനം കിട്ടി, ഇതൊക്കെ പറയും. ഇന്നും മ്ലാനവദനാ, ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് അകത്തേക്ക് കൈ പിടിച്ച് ഈ ഭുവനേശ്വരി ദേവി എന്ന അമ്മ കൂട്ടിക്കൊണ്ട് പോവുക. അകത്ത് കൊണ്ടുപോയി ഇരുത്തി. നമ്മുടെ അമ്മമാരിപ്പോൾ എന്താ ചെയ്യാന്ന്, കുട്ടി സ്കൂളിൽ നിന്ന് വന്നാലും അവർ അവരുടേതായ ലോകത്താകുമ്പോൾ കുട്ടി ഈ ബാഗ് സെറ്റിയിലേക്ക് അങ്ങോട്ട് എറിഞ്ഞ് അല്ലേ, ടി വിയുടെ റിമോട്ടണ്ട് എടുത്ത് അങ്ങനെ ഹൈപ്പർ ആക്റ്റീവാണ് താനും കുട്ടികൾ. അടുത്തിരുന്ന് തഴുകി തലോടി, കുട്ടിയെ അമ്മ സ്പർശിക്കണം എന്ന് പറയുക. അങ്ങനെ തഴുകി തലോടി. നിങ്ങളുടെ അമ്മ നിങ്ങളുടെ തലയിലൂടെയൊക്കെ കൈവച്ച് ഇങ്ങനെ ആക്കാറില്ലേ? അങ്ങനെ ചോദിച്ചു. ഇന്ന് എന്താ ഒരു ഉഷാറൊന്നും ഇല്ലല്ലോ, അമ്മ കാപ്പി എടുത്ത് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നാൽ പോയി കാലും മുഖമൊക്കെ കഴുകി വരൂ എന്ന് പറഞ്ഞു അമ്മ കാപ്പിയും പലഹാരമൊക്കെ എടുത്ത് വെച്ച് അടുക്കളയിലേക്ക് വിളിച്ചു. അവിടെ ഇരുന്നപ്പോഴും ഇതൊരു സന്തോഷമായിട്ട് കഴിക്കുന്നില്ല. പക്ഷെ മറ്റേത് അഭിപ്രായമൊക്കെ പറയും, നല്ല അടയാണ് കേട്ടോ, നല്ല മധുരമുണ്ട്, എനിക്കിഷ്ടമായി അമ്മയെന്നൊക്കെ പറയും. ഒന്നും പറയുന്നില്ല. അപ്പോൾ ചോദിച്ചു, എന്താ മോനെ ഇന്ന് സ്കൂളിൽ വല്ല പ്രശ്നം ഉണ്ടായോ? ആ സമയത്ത് ഈ കുട്ടി കണ്ണ് നിറച്ചു. എന്നിട്ട് പറയാണ്, അമ്മേ ഇന്ന് ഞങ്ങൾക്കൊരു ഫ്രീ പീരീഡ് ഉണ്ടായി. അതിനെന്താ, കളിക്കാൻ വിട്ടുവോ? കളിച്ചപ്പോൾ നിന്നെ ആരെങ്കിലും അടിച്ചുവോ? ഇല്ല, ആരും അടിച്ചതൊന്നും ഇല്ല. പക്ഷേ വേറൊരു ടീച്ചർ കയറി വന്നു. ടീച്ചറെ ഞങ്ങളോട് എന്താവാനാ ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഓരോ ആഗ്രഹം, ഓരോരുത്തർ ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ എന്ന് പറഞ്ഞിട്ട് കുട്ടി നിർത്തി. ഇനി അമ്മയും പരിഹസിച്ചാലോ? അപ്പം സന്തോഷമായി അമ്മയ്ക്ക്. മോൻ എന്താവണം എന്നാ പറഞ്ഞേ, പറയൂ പറയൂ, അമ്മയ്ക്കും അറിയണ്ടേ മോൻ എന്താവാനാ ആഗ്രഹം എന്ന്. അപ്പോൾ പറയാണ്, അമ്മ എനിക്ക് നമ്മുടെ കൽക്കട്ട തെരുവിൽ ഇഷ്ടം പോലെ കുതിരവണ്ടി ഇല്ലേ, എനിക്കൊരു കുതിരവണ്ടി ഓടിക്കുന്ന കുതിരക്കാരനാവണം എന്ന് പറഞ്ഞു. ആ സമയത്ത് അമ്മ അതിനെന്താ അത്ര വിഷമിക്കാൻ, ഞാനത് പറഞ്ഞതും ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ചിരിച്ചു. അതിനെന്താ, അവർ ചിരിച്ചോട്ടെ, കരയൊന്നല്ലല്ലോ, ചിരിക്കുകയല്ലേ ചെയ്തത്. അല്ല അമ്മേ, ആ മാഷും അവരുടെ കൂട്ടത്തിൽ ചിരിച്ചു. അത് കുട്ടിക്ക് വളരെ വേദനയാണ്. നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ പരിഹസിച്ച സങ്കടാവില്ലേ, ഇയാൾക്കത് വലിയ സങ്കടമായി. ആ കണ്ണിൽ വെള്ളം നിറച്ചപ്പോൾ അമ്മ ഇപ്പുറത്തെ സൈഡിൽ, അതുവരെ ഡൈനിങ് ടേബിളിൻ്റെ അപ്പുറത്തായിരുന്നു, ഈ സൈഡിൽ വന്നിരുന്നിട്ട് തഴുകി തലോടിയിട്ട് പറഞ്ഞു, മോനെ അമ്മയുടെ കുട്ടി വിഷമിക്കണ്ട, ഇങ്ങോട്ട് വരൂ, ഞാൻ കാണിച്ചു തരാം നീ എങ്ങനത്തെ കുതിരക്കാരനാവണമെന്ന്. കൈ പിടിച്ച് പൂജാ റൂമിലേക്ക് അങ്ങോട്ട് കയറ്റി വാതിൽ തുറന്ന്. ആ പൂജാമുറിയിൽ 5 കുതിരകളെ നയിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ, പാർത്ഥസാരഥിയുടെ ഫോട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ മോൻ കുതിരക്കാരനാവണം, ആരെ പോലെ? ഈ ചുമരിലിരിക്കുന്ന കൃഷ്ണനെ പോലെ എന്ന് പറഞ്ഞു. സന്തോഷായി. കൃഷ്ണനല്ലേ, പരബ്രഹ്മം തന്നെയാ കൃഷ്ണൻ. ആദ്യം രാമരാമ ചൊല്ലിയ, പിന്നെ നമ്മൾ കൃഷ്ണ കൃഷ്ണ പരബ്രഹ്മത്തെയാ ചൊല്ലുന്ന. ആദ്യം രാമനാമം നമ്മുടെ മനസ്സിനാ, സാധാരണ ലൗകികനുള്ളതാ. ഇവിടെ കുട്ടിയുടെ കണ്ണൊക്കെ തുടച്ച് ഒന്നും കൂടിയും കുട്ടി നോക്കി ചിരിച്ചുകൊണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് 5 കുതിരകളെ അങ്ങനെ നയിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണനെ കണ്ടപ്പോൾ മനസ്സിലായി, ഏറ്റവും ഉയരത്ത് നിൽക്കുന്നത് ആരാ? പരബ്രഹ്മരൂപിയായ അമ്മ വിളക്ക് വെച്ച് പൂജിക്കുന്ന ഈശ്വരൻ തന്നെയാണ് കൃഷ്ണൻ. ആ ഈശ്വരനെ പോലെ ഞാൻ ഉയരണം എന്നാണ് അമ്മ പറഞ്ഞ്. കുട്ടിയുടെ വിഷമം പോയി. ഇതുപോലത്തെ കുതിരക്കാരനാവണം. അതുപോലെ ഈ ഗുരുജി വിദ്യാനികേതനിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളും സ്വാമി വിവേകാനന്ദനെ പോലെ എങ്ങനത്തെ കുതിരക്കാരനാവണം? കൃഷ്ണനെ പോലെ മറ്റുള്ളവരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, എല്ലാവരുടെയും വിഷമങ്ങൾ മാറ്റി നിർത്തുന്ന, അമ്മയെയും അച്ഛനെയും സഹായിക്കുന്ന, സ്നേഹിക്കുന്ന കുട്ടിയായി മാറണം.
ദേഷ്യപ്പെടുവോ? അമ്മയോടും അച്ഛനോടും ഒരിക്കലും കയർത്ത് സംസാരിക്കരുത്. നരകത്ത് പോകുന്ന ഈ നരകമൊക്കെ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തിനാണോ? നന്നാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇങ്ങനെ ഈ വിവേകാനന്ദൻ വളർന്നു വലുതായപ്പോൾ എന്താ ഉണ്ടായേ? നമ്മളുടെ ഭാരതത്തില് സന്യാസി സഭയെ എങ്ങോട്ട് വിളിക്കാന്നറിയോ? അമേരിക്കയിൽ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും, ചിക്കാഗോ സർവമത സമ്മേളനത്തിന് വേണ്ടി ഇന്ത്യയിൽ നിന്നും ഒരു പ്രതിനിധിയെ ക്ഷണിച്ചു, സന്യാസി സഭയെ. അവിടെ നിന്നും എത്രയോ താടിയും തലയൊക്കെ നരച്ച സന്യാസിമാരുണ്ട്. പക്ഷേ സന്യാസി സഭയിൽ ഉന്നത ഇരിക്കുന്ന, അപ്പോൾ നിങ്ങൾ കുംഭമേളയിലൊക്കെ വന്നപ്പോൾ കണ്ടില്ലേ കുറച്ച് ഉന്നതനായ സന്യാസിയെ? അതുപോലെ മഹാമണ്ഡലേശ്വർ എന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സന്യാസി എവിടെ ഉണ്ടായിരുന്നു. ആ സന്യാസി പല സ്വാമിജിമാർ ഒരുപാട് പേരുണ്ട്. ഓരോ സന്യാസിമാരുടെയും മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഒരു വശത്ത് അങ്ങനെ ഒന്നും അല്ല എന്ന ഭാവത്തോടെ 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ സ്വാമി വിവേകാനന്ദൻ അവിടെ ഇരിക്കുന്നുണ്ട്. സ്വാമിജി എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. വിവേകാനന്ദനെ എങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചു? ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ. അവിടെ പോയി സ്വാമിജി പ്രസംഗത്തിന് വേണ്ടി ഇരുന്നപ്പോൾ അവരുടെ ഇംഗ്ലീഷൊന്നുമല്ല, നമ്മുടെ സംസ്കൃത്, നിങ്ങളെല്ലാവരും പഠിക്കുന്നില്ലേ, സംസ്കരിച്ച ഭാഷയാ സംസ്കൃതം. ഈ സംസ്കൃതത്തിലാണ് സംസാരിക്കുന്നത്. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ അമേരിക്കയിലെ എൻ്റെ സഹോദരങ്ങളെ, അതായത് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞപ്പോൾ അല്ല ഹർഷാരവം. കയ്യടിച്ചാലേ, നിങ്ങൾക്കിവിടെ കയ്യടിക്കാനൊരു മടി കണ്ടില്ലേ? ഈ കയ്യടിച്ചാൽ നമ്മൾ സുന്ദരികളും സുന്ദരന്മാരും ആവും. അതെങ്ങനെയാ? കൈ ഇങ്ങനെ കൂട്ടിയടിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഞാനൊരു താളത്തിൽ കയ്യടിക്കാം, നിങ്ങളൊന്ന് കയ്യടിക്കണം കേട്ടോ. കൈയടിച്ചാൽ എന്തായി മാറും? എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരും ആയി മാറും. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ഒരക്കലില്ലേ? പ്രാർത്ഥന കഴിഞ്ഞാൽ എന്നിട്ട് എവിടെയാ വെക്കുക? കണ്ണിലങ്ങോട്ട് വെക്കും. മുത്തശ്ശി, നിങ്ങളുടെ കണ്ണിൻ്റെ മുകളിൽ കുരുണ്ടായാൽ വിരലിങ്ങനെ വരച്ചിട്ട് എവിടെ വെക്കാൻ പറയാം? ആ കുരുവിൽ വെക്കാൻ പറയില്ലേ? അതാണ് അതിൻ്റെ രഹസ്യം. നമ്മുടെ കയ്യ് നെയ്യ്, വെണ്ണ, പശു ഇതൊക്കെ തന്നെയാണ് നമ്മൾ കണി കാണേണ്ടത്. നമ്മുടെ കയ്യിൽ തന്നെ അല്ലാണ്ട് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതേ കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം ഇങ്ങനെ ചൊല്ലാറില്ലേ രാവിലെ എഴുന്നേറ്റ്? ഒന്നുമില്ലേലും കയ്യിലേക്ക് നോക്കാറില്ലേ രാവിലെ? കണി കാണേണ്ടത് നമ്മളുടെ കയ്യാ. ഇങ്ങനെ സ്വാമിജി എവിടെ പോയിട്ട് ആ പ്രഭാഷണം ചെയ്തു എന്നുവരെ സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കും. പക്ഷേ അത് അവസാനിപ്പിക്കുന്നുണ്ട് ആ പ്രസംഗം. അതെങ്ങനെയാണെന്നറിയോ? ലോകത്തിൻ്റെ സന്യാസി പരമ്പരകളുടെ പേരിൽ, മതങ്ങളുടെ മാതാവിൻ്റെ പേരിൽ ഞാൻ ഈ പ്രഭാഷണം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. അപ്പം ലോകത്തിൻ്റെ സന്യാസി പരമ്പരകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മളുടെ ഭാരതത്തിലാണ്. മതങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് എന്താ? നമ്മളുടെ ഹൈന്ദവ മതം. ഇപ്പൊ കുട്ടികളായ നിങ്ങൾക്ക് അത്രയും അങ്ങോട്ട് മനസ്സിലാവില്ല. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും സ്വാമി വിവേകാനന്ദന്റെ ആ പുസ്തകങ്ങളിലൂടെ പോകുമ്പോൾ ഇങ്ങനെ ഒരു സ്കൂളിൽ പഠിച്ച ഒരു സംസ്കാരം കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് വരും. അപ്പം മനസ്സിലാവും അന്ന് ഒരു ഗുരുപൂർണിമയ്ക്ക് ഒരു ചേച്ചി വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ളത്. ഇനി ഇത്ര നേരം പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല അല്ലേ? നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചർ ഇത് കഴിഞ്ഞാൽ ഒരു സംശയം ഉണ്ടെങ്കിൽ പറയൂന്ന് അറിയില്ലേ അല്ലേ? ഇന്നൊരു ദിവസം കാക്കയെ കുറിച്ച് പഠിപ്പിച്ചു. കാക്ക പാറി വന്നു, പാറ മേലിരുന്നു. കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി അല്ലേ? പക്ഷെ ഇതിൽ വലിയൊരു തത്വമുണ്ട്. നിങ്ങൾക്ക് എന്താ മനസ്സിലായി? കാക്കതേ പറന്ന് അവിടെ വന്നിരുന്നു, കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി, ഇത്രയാണ് മനസ്സിലായി. പക്ഷെ അതിലുള്ള തത്വം എന്താണെന്നറിയോ? നമ്മളെല്ലാവരും ജനിച്ച് ഈ ഭൂമിയിൽ വന്നിരുന്നു. ഗുരു, മുത്തശ്ശി എന്താ പറയാ? ഗുരുത്വമില്ല ചെക്കന്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയോ? മുത്തശ്ശി സയൻസ് പഠിച്ചിട്ടൊന്നുമല്ല. ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ അനുഗ്രഹം എന്നാണ് മുത്തശ്ശി ഉദ്ദേശിക്കുന്നത്. പക്ഷേ സയൻസ് പഠിക്കുമ്പോൾ നിങ്ങളെന്നെ ഗുരുത്വാകർഷണ ബലം പഠിപ്പിക്കും. നമുക്കെല്ലാം ഒരു വെയിറ്റ് ഇല്ലേ? നിങ്ങൾ 8 കിലോ 10 കിലോ 15 കിലോ ഒക്കെ ഇല്ലേ? 5ാം ക്ലാസ്സുകാരനെ അറിയുണ്ടാവും. ആ ഒരു കനം നമുക്കില്ല എങ്കിൽ നമ്മളൊക്കെ പറന്നു പോവില്ലേ? അതാണ് ഗുരുത്വാകർഷണ ബലം. ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ അനുഗ്രഹം. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കഴിയൂ, ഈ ഭൂമിയിൽ
ജീവിക്കാൻ കഴിയൂ. നമ്മൾ ജന്മമെടുത്ത് എല്ലാവരും ഈ ഭൂമിയിൽ വന്നു, ഇവിടെ ഇത്തിരി സമയം ഇരുന്നു. എത്ര വയസ്സ് വരെ ജീവിക്കുക? ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 4 ആശ്രമമാണ്. ഇപ്പം നിങ്ങളുടെ ബ്രഹ്മചര്യം പഠിക്കുന്ന കാലഘട്ടം, ഗൃഹസ്ഥാശ്രമം പഠനം കഴിഞ്ഞ് നിങ്ങളൊരു ഇതിലേക്ക് പ്രവേശിക്കും, ജീവിതം ജോലിയൊക്കെ ആയി ഭാര്യയും കുട്ടികളൊക്കെ ആയി. അത് കഴിഞ്ഞ് റിട്ടയർമെൻറ്റ്, വാനപ്രസ്ഥം, പുസ്തകങ്ങളൊക്കെ എടുത്ത് ഓരോ ഗ്രന്ഥങ്ങളൊക്കെ ആയിട്ട് ഓരോ ക്ഷേത്രങ്ങളിൽ പോവും. അതും കഴിഞ്ഞാലാണ് സന്യാസം. ന്യസിക്കുക പറഞ്ഞാൽ ത്യജിക്കുക, സന്യാസമല്ല സന്യാസം. ചില സന്യാസിമാർ ചിലതേ ത്യജിക്കൂ. അത് കാരണം കുട്ടികൾക്ക് അവരോടും ബഹുമാനമില്ലാതെ. അങ്ങനെ ആയിരുന്നില്ല സ്വാമി വിവേകാനന്ദൻ. അതുകൊണ്ട് ഈ 4 ആശ്രമങ്ങൾ ഒന്ന് കണ്ണ് ചീമ്മി തുറക്കുമ്പോഴേക്ക് തീരുന്നതാണ്. 3 ശ്വാസകാലേ നമുക്കുള്ളൂ: ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം. ഈ ഭൂതകാലം നമുക്ക് നിങ്ങൾക്ക് കാര്യമായിട്ട് അറിയില്ല. ഇതാണ് പ്രസൻറ്റ്, വർത്തമാനകാലം, ഇപ്പം നിങ്ങൾ ജീവിക്കും. ഭാവി കാലം, ഈ 3 ശ്വാസകാലത്തിനിടയിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ, സൽചിന്ത, സൽപ്രവൃത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ നിങ്ങൾ മഹാത്മാക്കളായി മാറും. ഇനി ആലോചിക്കൂ, ഞാൻ സ്വാമി വിവേകാനന്ദനെ പോലെ ആവണോ, അതോ വലിയൊരു ഡോക്ടറോ എൻജിനീയറോ ആവണോ? പക്ഷേ സ്വാമിജിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അതുപോലെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ വായിക്കാറുണ്ടോ ചോദിച്ചപ്പോൾ ആരും കൈ പൊന്തിച്ചില്ല. നാമം ചൊല്ലാറുണ്ട്. നിങ്ങൾ നാമജപത്തിൽ അങ്ങനെ നിൽക്കാതെ എന്ത് ചെയ്യണം? ക്ഷേത്രത്തിൽ പോയി തൊഴുതു, നമസ്കരിച്ചു, നാമജപം തുടങ്ങി. ഇനി അവിടെ നിന്നും ഒരു ഗ്രന്ഥം നമ്മളുടെ സ്വന്തമാക്കണം. നമ്മുടെ ഗ്രന്ഥങ്ങൾ ആദ്യം ജ്ഞാനപ്പാന എടുത്ത് ഒരു മാസം വായിക്കുക. സന്ധ്യാകുമ്പോൾ മുഴുവനൊന്നും വായിക്കേണ്ട, ഒരു പാരഗ്രാഫ്, കലികാല മഹിമ, അത്ര മതി, നിർത്തി. അടുത്ത ദിവസം അതിൻ്റെ കണ്ടിന്യൂഷൻ വായിക്കുക. അത് വായിച്ച് തീർന്ന ഹരിനാമകീർത്തനം എടുത്ത് വെച്ച് വായിക്കുക. അത് കുറേ ഉണ്ട്, ഒരു ദിവസം ഒരു പേജ് വായിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നാമജപം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥം സ്വാധ്യായം ചെയ്യാന്ന് പറയും. ഗുരുക്കൾ പറഞ്ഞു തരും നിങ്ങൾക്ക്. ഈ ഗുരുക്കന്മാരായ ടീച്ചർമാർ നിങ്ങളോട് പറയുമ്പോൾ അതനുസരിക്കുക. 2ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും ഹരിനാമകീർത്തനം കഴിഞ്ഞു. 3ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും എന്തെടുക്കണം? രാമായണം. ഇവിടെ ഇരുന്നിട്ട് ചേച്ചി രാമായണം വായിച്ചില്ലേ? നിങ്ങളല്ലേ ചില ദിവസം വായിക്കാറ്? ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. പണ്ടൊക്കെ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഇപ്പം അതില്ല നമ്മുടെ ബുക്കിൽ. അതുകൊണ്ട് രാമായണം എടുത്ത് വായിക്കുക. രാമായണം നിങ്ങൾ പല അരുതുകളും വീട്ടിൽ പറയും, ഹിന്ദുവിൻ്റെ വീട്ടിലെ അരുതുള്ളൂ. അതൊന്നും നോക്കണ്ട. നിങ്ങൾ നാമജപം കഴിഞ്ഞാൽ രാമായണം എവിടെയാണോ തലേ ദിവസം നിർത്തിയത് ആ 2 വരി ഒന്നും കൂടി വായിക്കുക. പിന്നെ ഒരു പോർഷൻ, ഒരു പേജ് വായിക്കുക. ആ അവസാനത്തെ വരിയും 2 പ്രാവശ്യം വായിക്കുക. ഭഗവാനെ എനിക്ക് പഠിക്കാണ്ട് സമർപ്പിക്കുക. വീണ്ടും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇങ്ങനെ ഒരു ഗ്രന്ഥം നിങ്ങളുടെ സ്വന്തമാക്കിയിട്ട് സ്വാധ്യായം ചെയ്യുക. ഉറപ്പിച്ചില്ലേ? ഇന്നൊരു പ്രതിജ്ഞ എടുക്കണം. എന്താ പ്രതിജ്ഞ? ഞാൻ ദിവസവും നാമം ജപം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ഗ്രന്ഥം വായിക്കും. എത്ര വായിക്കും? ഒരു പേജെങ്കിലും വായിക്കും. ചെയ്യാന്ന് പ്രതിജ്ഞ എടുക്കണമെന്ന് കൈബന്ധിച്ചേ. വീട്ടിൽ ഗ്രന്ഥം ഇല്ല ടീച്ചറേ എന്നുള്ളവരാവൂല്ലേ? അമ്മമാരോട് പറയാ. ഇന്നൊരു ടീച്ചർ അവിടെ വന്നിരുന്നു, ഒരു ചേച്ചി, നിങ്ങളെ ഭാഷയിൽ പറയുമ്പോൾ ഞങ്ങളുടെ അതന്നെ വെരി ഗുഡ്, 3-4 കുട്ടികളെങ്കിലും റെഡി ആയല്ലോ. ഇതിന് തോന്നില്ല അത്രേ, നമ്മുടെ പ്രാരാബ്ദം കർമ്മഫലം ഇങ്ങനെ അനുഭവിച്ചു പോണ്ടേ. ഒരു ഗ്രന്ഥം നമ്മൾ സ്വന്താക്കുക. അതാണ് ഗാന്ധിജി എപ്പോഴും എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ഗാന്ധിജി ഇങ്ങനെ നടക്കുമ്പോൾ കയ്യിൽ ഗീത ഉണ്ടാവും ഇത്രേ, രാമായണവും. ഹേ റാം എന്നല്ലേ വിളിച്ചത്? എത്ര തവണ വെടിയേറ്റു? 3 തവണ വെടിയേറ്റു. എത്ര തവണ രാമനാമം ചൊല്ലി? ഹേ റാം ഹേ റാം ഹേ റാം എന്ന് ജപിച്ചിട്ടാ മരിച്ചത്. അതിന് തോന്നണമെങ്കിൽ എന്ത് വേണം? നാമജപ സംസ്കാരം, സ്വാധ്യായം വേണം. സ്വാധ്യായം ചെയ്യൂ പറയുമ്പോൾ എന്താ സ്വാധ്യായം? സന്ധ്യ ആകുമ്പോൾ എങ്ങനെ ഇപ്പം എനിക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ കഴിയണേ? എനിക്ക് അതിൻ്റെ കുലമഹിമ അല്ലെങ്കിൽ ഗുരു പരമ്പരയൊന്നും കിട്ടിയതല്ല, സ്വന്തം പഠിച്ച് സ്വാധ്യായത്തിലൂടെ ഇങ്ങനെ പഠിച്ചുണ്ടാക്കണം. ഗ്രന്ഥങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ ആ ബുദ്ധി ഉണ്ടല്ലോ, മേധാസുക്തം എന്ന് പറയും വേദത്തിൽ, അങ്ങനെ വികസിക്കും. നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ടാകും. നിങ്ങളെ ഭഗവാൻ നേരിട്ട് നിങ്ങളുടെ ഗുരു അനുഗ്രഹിക്കും. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടോ ഭഗവാന് പിന്നെ നമ്മളെ ശിക്ഷിക്കാനാവില്ല. ഗുരു തടുക്കൂത്രേ. ഗുരു ആർക്കും മുകളിലാ? ഭഗവാനും മുകളിലാ. അപ്പം ആരെയാ നമ്മൾ ബഹുമാനിക്കേണ്ടത്? ഗുരുവിനെ ബഹുമാനിക്കുക. അപ്പം ഇന്നത്തെ ഈ ഗുരുപൂർണിമാ ദിനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ദിവസേന നാമജപം കഴിഞ്ഞാൽ, മുത്തശ്ശി വായിക്കുന്നുണ്ടാവും, രാമായണമുള്ള വീട്ടിലത്തെ കുട്ടികളെ എങ്ങനത്തെ സ്കൂളിലെത്തും? രാമായണത്തിൽ ഒരു പേജ് ഞാൻ വായിക്കും. തെറ്റിക്കോട്ടെ, ആദ്യമൊക്കെ പരവരാന്നൊക്കെ വരും, അതൊക്കെ പിന്നെ അങ്ങോട്ട് ശരിയാവും. തെറ്റുമ്പോൾ ഹരേ നാരായണ എന്നൊരു നാമം ചൊല്ലിയാണ് സമർപ്പിക്കുക. ഭഗവാനോട് കൊടുത്താൽ മതി. നമുക്ക് പുണ്യം വേണ്ട, പാപവും വേണ്ട. എന്താ സ്വർഗം കിട്ടി അവിടെ പോയി പുണ്യം കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ വരണ്ടേ? ഇവിടെ വന്നാൽ രാവിലെ നേരത്തെ മഴ പെയ്യുമ്പോൾ അമ്മ ഉറങ്ങാൻ സമ്മതിക്കില്ല. എഴുന്നേറ്റ് ആ വെള്ളത്തിൽ കൊണ്ടുപോയി പിടിച്ച് മുക്കി കുളിപ്പിക്കും അല്ലേ? അത് കഴിഞ്ഞാൽ പഠിക്കടാ
പഠിക്കടാ, അത് കഴിഞ്ഞ് ജോലിക്ക് പോടാ, അത് കഴിഞ്ഞാൽ സാധനം വാങ്ങിക്കൊണ്ടിരട, എന്നും പ്രാരാബ്ധ. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഇനിയും ഇനിയും ജന്മമെടുക്കാതെ ഭഗവാനിലേക്ക് മോക്ഷം നേടി അങ്ങ് പോവാൻ വേണ്ടി ഒരു ഗ്രന്ഥത്തെ ഞാൻ എൻ്റെ സ്വന്തമാക്കും എന്നങ്ങടെ പ്രതിജ്ഞ ചെയ്യാം. പ്രതിജ്ഞ ചെയ്താലോ? റെഡിയാണോ? ചെയ്തിട്ട് തെറ്റിക്കരുത് കേട്ടോ. ഞങ്ങൾ അത്ര ഒരു റെഡിയൊന്നും അല്ല. വീട്ടിൽ രാമായണം ഇല്ലാത്തവരൊന്ന് കൈവന്തിച്ചേ. 4 വീട്ടിലെ രാമായണം ഇല്ലാത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരുടെ വീട്ടിലൊക്കെ ഉണ്ട്. പറഞ്ഞത് ശരിക്കും കേട്ടില്ല തോന്നുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് ഒരു അഷ്ടോത്തരെങ്കിലും ഉണ്ടാവും. ജ്ഞാനപ്പാന, ഹരിനാമകീർത്തനം, അല്ലെങ്കിൽ ഭജനാവലി വാങ്ങുക, പഠിച്ചു തുടങ്ങുക. മനസ്സിലായോ? കാരണം ഈ പുസ്തകത്തിലുള്ള അക്കാദമിക്ക് മാത്രമാണ് ഹൈന്ദവൻ്റെ കുട്ടിക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ കുറേ ജോലി നേടാനും ഈ ലൗകിക ജീവിതം നയിക്കാനും കഴിയും. ഈ ലൗകിക ജീവിതം കഴിഞ്ഞ് ആത്മീയമായ പുരോഗതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് മരിക്കുമ്പോഴേക്ക് എടുത്തു വെക്കാതെ, ഇപ്പോഴുള്ള ജനറേഷൻ ചെയ്തതുപോലെ ആകാതെ നിങ്ങളുടെ ജനറേഷൻ എന്ത് ചെയ്യണം? ഇപ്പോഴേ തുടങ്ങുക. എപ്പോൾ തുടങ്ങണം? ഉപനയനം ചെയ്യാൻ 4-ാമത്തെ വയസ്സിലാണ്. ചെറുപ്പത്തിലേ തുടങ്ങുക. രാമായണം വായിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം എത്ര കാലത്തെ ഒരു എക്സ്പീരിയൻസ് ആ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറുപ്പത്തിലേ തുടങ്ങുക. തുടങ്ങാൻ കഴിയാത്തവർ ഇപ്പോഴാണ് തുടങ്ങിയത്. നിങ്ങൾ ചെറുപ്പത്തിലേ തുടങ്ങി വയ്ക്കുക. അപ്പോൾ തുടങ്ങുമോ? ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം ഞാൻ ഇനി ഒരു സംശയമില്ല. ഉണ്ടോ? സംശയമുണ്ടോ? ഇല്ല. യോഗ ചെയ്യാറുണ്ടോ നിങ്ങൾ? യോഗ ചെയ്യാറില്ലേ? പ്രാണായാമം മാത്രം മതി, നിങ്ങൾക്ക് ബുദ്ധി അങ്ങനെ തെളിഞ്ഞു നിൽക്കും. അതൊക്കെ ചെയ്യുക. പ്രാണായാമം മാത്രം മതി എന്നാ പറയുക. ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കണു. സംശയമില്ല പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം നിങ്ങൾ കുറച്ച് കഥയൊക്കെ കേട്ടില്ലേ? ഗുരു എന്താ മനസ്സിലായോ? ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ഗുരു എന്താ മനസ്സിലായോ? ഗുരു വേണം ജീവിതത്തിലെന്ന് മനസ്സിലായോ? ഗുരു ഭഗവാനേക്കാൾ വലുതാന്ന് മനസ്സിലായോ? അപ്പം ആരെയും നമ്മൾ ബഹുമാനിക്കണം? ഗുരു നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ നമുക്ക് വിജ്ഞാനം, അറിവുണ്ടാകും. അറിവിൽ നമ്മൾ ഉയരണം. എങ്കിൽ എങ്ങോട്ടെത്താം? ഭഗവാനോട് ചേർന്ന് നിൽക്കാം. ജീവിതത്തിൽ നിങ്ങൾ എല്ലാ പരീക്ഷകളിലും പാസ്സായി നല്ലൊരു ജോലിയൊക്കെ കിട്ടി ആത്മീയത ചേർന്ന ഒരു ജീവിതം നയിക്കാൻ കഴിയും. കറണ്ട് പറയാണ് മതി, കുട്ടികളും അടുത്തുനിന്ന് നിർത്തേണ്ട. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം ജഗദംബികായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ഹരി തത്സത്. കൈയടിക്കേ.